ജാനു എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. എല്ലാത്തിനും മുക്കിയും മൂളിയുമാണ് നിമ ഉത്തരം നൽകിയത്. പെട്ടെന്ന് ആരോ തന്നെ നോക്കുന്നുണ്ടെന്ന് തോന്നിയപ്പോൾ അവൾ മുഖമുയർത്തി നോക്കി. തന്നെ നോക്കി നിർവികാരതയോടെ ഇരിക്കുന്നവനെ കാണി ഒരു പുച്ഛച്ചിരി അവളുടെ ചുടികളിൽ വിടർന്നു. അവന്റെ അരികിൽ ഇരിക്കയില്ലെന്ന് കണ്ടതും അവൾ ചുറ്റും മിഴികൾ പായിച്ചു. വാഷ്റൂമിലേക്ക് നടന്നു പോകുന്നവളെ കാണി പെട്ടെന്ന് നിമ ശ്വാസം വലിച്ചു വിട്ടു. തന്നെ കണ്ടിട്ട് ഇനി അവൾക്ക് BP കൂട്ടണമെന്നും അതിലുപരി കേശുവിനെ അവൾക്കൊപ്പം ജാനും സിസ്റ്ററും കണ്ടാലുള്ള പ്രശ്നം ഓർത്ത് നിമ ചൂട് കോഫി വലിച്ചു കുടിച്ചു. നാവും തൊണ്ടയുമൊക്കെ പൊള്ളുന്നത് അവൾ അറിയുന്നുണ്ടായിരുന്നു. പക്ഷെ എന്തെങ്കിലും പറഞ്ഞിട്ട് അവിടുന്ന് അവരെയും കുട്ടി ഇറങ്ങണമെന്ന് തോന്നി അവൾക്ക്. പക്ഷേ അവർ ഓരോന്നും പറഞ്ഞിട്ട് മെല്ലെയാണ് കോഫി കുടിക്കുന്നത്. നിമ്മയുടെ ഓപ്പോസിറ്റായാണ് അവർ ഇരുവരും ഇരുന്നത്. അതുകൊണ്ട് തന്നെ തിരിഞ്ഞു പുറകോട്ട് നോക്കാതെ കേശുവിനെ കാണാൻ അവർക്ക് കഴിയില്ല. എങ്ങാനും തിരിഞ്ഞു നോക്കിയാൽ തീർന്നു. ജാനുവിന് അധിക പരിചയമില്ലെങ്കിലും സിസ്റ്റർക്ക് ആളെ ഒറ്റ നോട്ടത്തിൽ മനസ്സിലാകും. സിസ്റ്ററെ സ്റ്റുഡന്റ് ആയിരുന്നല്ലോ കക്ഷി. നിമ്മയുടെ വെപ്രാളവും ചൂട് കോഫി കുടിച്ച് ബ്ലങ്ങസിയുള്ള ഇരിപ്പുമെല്ലാം കേശു നോക്കിയിരിക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് അവൻ പോക്കറ്റിൽ കറുത്ത കൂളിംഗ് ഗ്ലാസ് എടുത്ത് വെച്ചു. എന്നിട്ട് എഴുന്നേറ്റ് ഇതിക്കയുടെ അരികിലേക്ക് പോയി. നിമ്മ അവന്റെ പ്രവൃത്തികളൊക്കെ ഓളി കണ്ടാൽ നോക്കുന്നുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞ ജാനുവിനെയും സിസ്റ്ററിനെയും നല്ലതുപോലെ ശ്രദ്ധിക്കാനോ സംസാരിക്കാനോ പോലും ആയില്ല അവൾക്ക്. ജാനു ഓരോ പെക്ക് പപ്സിനും കൂടി ഓർഡർ കൊടുത്തിരുന്നു. ഇതിനകം മുന്നിലത് എത്തിയപ്പോൾ മാത്രമാണ് നിമ അതറിഞ്ഞത് പോലും. നീ കഴിക്കുന്നില്ലേ? നിനക്ക് ഒത്തിരി ഇഷ്ടമുള്ളതായിരുന്നല്ലോ മുട്ട പപ്സ്. ഇപ്പോ ഇഷ്ടമൊക്കെ മാറിയോ? ജാനുവിന്റെ ചോദ്യമാണ് നിമയെ സ്വബോധത്തിലേക്ക് കൊണ്ടുവന്നത്. ആ കഴിക്കാടി. അതും പറഞ്ഞുകൊണ്ട് കഴിക്കാനായി തുടങ്ങി നിമ. പിന്നെയും എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞ് മൂവരും വീതം. ഇതിനിടയിൽ കേശുവും ഇതിക്കയും പുറത്തേക്ക് പോകുന്നത് നിമ കണ്ടിരുന്നു. അതിന്റെ ആശ്വാസത്തിലായിരുന്നു അവൾ. കഴിച്ചു കഴിഞ്ഞ് ബില്ലും പേ ചെയ്ത് ഇറങ്ങുന്ന നേരമാണ് ഒരു കറുത്ത കാർ അവർക്കരികിലേക്ക് വന്നത്. ഒറ്റ നോട്ടത്തിൽ തന്നെ അത് കേശുവിന്റെ കാറാണെന്ന് നിമയ്ക്ക് മനസ്സിലായി. ഇനിയും പരീക്ഷണമാണോ തമ്പുരാനെ? അവൾ അറിയാതെ നെഞ്ചിൽ കൈവച്ചു പോയി. അപ്പോഴേക്കും ഡോർ തുറന്ന് കേശു ഇറങ്ങിയിരുന്നു. അവനെ കണ്ട് സിസ്റ്ററുടെ കണ്ണുകൾ അതിശയത്തോടെ വിടർന്നു. അപ്പം ജാനുവിന്റെയും. സിസ്റ്റർ തന്റെ കണ്ണടക്കിടയിലൂടെ നിമയൊന്ന് നോക്കി. ആ നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലായ അവൾ മുഖം കുനിച്ചു നിന്നു. കേശു നാട്ടിൽ ഇല്ലെന്നായിരുന്നു അവൾ അവരോട് പറഞ്ഞിരുന്നത്. സിസ്റ്റർ നിമയെ നോക്കണ്ട, ഞാൻ വരുന്ന വഴിയാണ്. ആക്ച്വലി നിമ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഞാൻ വരുന്ന കാര്യം. ഒരു കള്ളച്ചിരിയോടെ തന്നെ നോക്കി പറയുന്നവനെ കാണാൻ നിമയ്ക്ക് ദേഷ്യം പെരുവിരൽ മുതൽ അരിച്ചു കയറി. എങ്ങനെയാണ് ഇത്രയും കല്ല് വെച്ച് നുണ പറയാൻ കഴിയുന്നത്? അതും പഠിപ്പിച്ച ഗുരുനാഥയോട്. സിസ്റ്ററോടും ജാനുവിനോടും വിശേഷങ്ങൾ തിരക്കുമ്പോഴും നിമയുടെ മുഖത്തെ ഭാവങ്ങൾ നോക്കി കാണുകയായിരുന്നു കേശു. എങ്കിൽ ഞങ്ങൾ പോയിക്കോട്ടെ സിസ്റ്റർ, ചെന്നിട്ട് കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. ആ എന്നാൽ അങ്ങനെ ആവട്ടെ, ഇടയ്ക്ക് രണ്ടാളും അങ്ങോട്ടേക്ക് ഇറങ്ങാൻ. തീർച്ചയായും. കേശുവിന്റെ പറച്ചിലൊക്കെ ആയിട്ട് അന്തം വിട്ട് നിൽക്കുകയാണ് നിമ. കൂടെ ഉണ്ടായിരുന്നവളെ എവിടെ കൊണ്ടുപോയി കളഞ്ഞോ എന്തോ. ഇനി തന്നെ കൂടെ കയറ്റിക്കൊണ്ടുപോയിട്ട് എവിടെയെങ്കിലും ഇറക്കി വിടാനാണോ? വന്നു കയറിടും. ഒരു ചിരിയോടെ അവൾക്കായി ഡോർ തുറന്ന് പിടിച്ചു അവൻ. ജാനുവിനെയും സിസ്റ്ററിനെയും നോക്കി യാത്ര പറഞ്ഞിട്ടവൾ ആകുലമായ മനസ്സോടെ ആ കാറിലേക്ക് കയറി. കയറുന്നതിനിടയിൽ പുറത്തേക്ക് വീണുപോയ ഷോളിന്റെ അറ്റം വളരെ ശ്രദ്ധയോടെ എടുത്ത് അവളുടെ മടിയിലേക്ക് ഇടുന്ന കേശുവിനെ സിസ്റ്ററും ജാനുവും ഒരുപോലെ നോക്കി നിന്നു. നിമയുടെ ഭാഗ്യം, ഇരുവരും കണ്ണാൽ പറഞ്ഞു. പരസ്പരം ഒന്നും മിണ്ടാനാകാതെ നിമിഷങ്ങൾ കടന്നുപോയി. കേശു ഡ്രൈവിംഗിൽ ശ്രദ്ധ ചെലുത്തിയിരുന്നപ്പോൾ നിമ പുറം കാഴ്ചകളിൽ കണ്ണു നട്ടിരുന്നു. ഒടുവിൽ വീടെത്തറായപ്പോൾ മൗനത്തെ ഭേദിച്ചുകൊണ്ട് നിമ തന്നെ സംസാരത്തിന് തുടക്കമിട്ടു. കൂടെ ഉണ്ടായിരുന്ന ആളെവിടെ? പെട്ടെന്നുള്ള അവളുടെ ചോദ്യം കേട്ട് അവനെ നമ്പരുന്നു. ആ അയാള് ബ്യൂട്ടി പാർലറാണ്, 3-4 മണിക്കൂർ എടുക്കും അവിടെ. തെല്ല് ജാളത്തിയോടെയാണ് അവനത് പറഞ്ഞത്. ഓ അപ്പോ ആ അവസരം മുതലെടുത്ത് സിസ്റ്ററും ജാനുവിന് മുന്നിൽ ആളാവാൻ വന്നതാണ്. നിമ മനസ്സിൽ ഓർത്തുകൊണ്ട് ഒന്ന് ചിരിച്ചു. ഒരു പൂച്ചച്ചിരിയായിരുന്നു അത്. അത് കാണാൻ കേശു വല്ലാതെയായി. എടോ, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ പറഞ്ഞോളൂ. അത് പിന്നെ ഏട്ടൻ എന്നോട് മിണ്ടുന്നില്ല. താൻ എങ്ങനെയെങ്കിലും ഏട്ടനെ ഒന്ന് കൺവിൻസ് ചെയ്യണം. താൻ പറഞ്ഞാലേ ഏട്ടൻ കേൾക്കും. അവന്റെ പറച്ചിൽ കേട്ട് നിമ മെല്ലെ ചിരിച്ചു. ഞാൻ എന്തു പറഞ്ഞ് കൺവിൻസ് ചെയ്യാനാ സാർ? നിങ്ങൾ സഹോദരങ്ങൾക്കിടയിൽ നടക്കുന്ന പ്രശ്നങ്ങൾക്ക് അന്യായ ഞാൻ എന്ത് ചെയ്യാനാണ്? പിന്നെ ദച്ചുവേട്ടൻ ഒരു പാവാണ്, അതുകൊണ്ട് അധികം നാൾ പിണങ്ങിയിരിക്കൊന്നുമില്ല. അവനൊന്ന് മൂളുക മാത്രം ചെയ്തു. തറവാടിന് മുന്നിൽ കാർ നിർത്തിയതും അവൾ വേഗം ഇറങ്ങി. എന്നിട്ട് ബാഗ് തുറന്ന് അന്നവൻ നൽകിയ ഫോണും ID കാർഡും അവളിരുന്ന സീറ്റിലേക്ക് കൈ എത്തിച്ചു വെച്ചു. ഇനി എനിക്കിതിൻ്റെ ആവശ്യമില്ലല്ലോ. അമ്മയുടെ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയാവും ഫോൺ തന്നതെന്നറിയാം. പക്ഷേ കോളൊന്നും വരാറില്ലായിരുന്നു. പിന്നെ വെറുതെ എന്തിനാ ഞാനിത് കൊണ്ടു നടക്കുന്നേ? പിന്നെ എൻ്റെ ചിലവൊക്കെ ഇപ്പോൾ ദച്ചുവേട്ടനാണ് നോക്കുന്നത്. അതുകൊണ്ട് ഈ കാർഡിൻ്റെ ആവശ്യമില്ല. ഏട്ടൻ്റെ കുഞ്ഞിന് സ്വർണം വാങ്ങാനും
ഓർഫണേജിലെ കുട്ടികൾക്കും ജാനുവിനും കുറച്ച് സാധനങ്ങൾ വാങ്ങാനും ഒക്കെ കുറച്ചധികം കാശ് ഞാൻ അന്ന് എടുത്തിട്ടുണ്ട്. അവളൊന്ന് നിർത്തി ഇടം കൈയിൽ മുഖമൊന്ന് തുടച്ചുകൊണ്ട് വീണ്ടും പറഞ്ഞു തുടങ്ങി. അവനവളുടെ വാക്കുകൾക്കായി കാതോർത്തുകൊണ്ടിരുന്നു. പിന്നെ സാറ് കാരണം എനിക്കൊരു ഏട്ടനെ കിട്ടി, പിന്നെ കുറച്ച് നല്ല ബന്ധുക്കൾ ഒക്കെ സാറ് കാരണമാണ്. അതിൽ സാറിനോട് എനിക്ക് ഒത്തിരി നന്ദിയുണ്ട്. അവൻ മറുപടിക്കായി തലയൊന്നാട്ടി. വണ്ടി സ്റ്റാർട്ടാക്കാനുള്ള തയ്യാറെടുപ്പ് നടത്തുമ്പോഴാണ് അവൻ അമ്മയെ കാണാതെ പോവുകയാണോ എന്നവൾ ഓർത്തത്. സാർ അമ്മയെ കാണാൻ കയറുന്നില്ലേ? ഇവിടെ ദേവനങ്ങളുടെ ഫാമിലിയും ഒക്കെ വന്നിട്ടുണ്ട്. അവളേറെ പരിചയമുള്ളവരെ പറ്റി പറയും പോലെ അവരെക്കുറിച്ച് പറയുമ്പോൾ അവൻ്റെ ചുവടുകളിൽ മനോഹരമായൊരു പുഞ്ചിരി വിടർന്നു. താൻ കാരണം അവൾക്ക് കുറച്ച് ബന്ധുക്കളുണ്ടായതിൽ മാത്രം അവന് അല്പം സമാധാനം തോന്നി. ഞാൻ അറിഞ്ഞിരുന്നു. ഏടത്തി വിളിച്ചപ്പോൾ പറഞ്ഞു ഇപ്പം കയറുന്നില്ല, രാത്രി വരാം. അത്രയും പറഞ്ഞുകൊണ്ട് അവളെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അവൻ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് പാഞ്ഞുപോയി. ഇനി ഞാൻ പറഞ്ഞത് ഇഷ്ടപ്പെടാഞ്ഞിട്ടാണോ അമ്മയെ കാണാതെ പോയത്? 3-4 മണിക്കൂർ ഉണ്ടെന്നല്ലേ പറഞ്ഞത്? അല്ല, രാത്രി വരുന്നത് എന്തിനാണ്? അപ്പോൾ പ്രൊട്ടീഷൻ ചെയ്യാൻ പോയ സാധനത്തിന് എന്ത് ചെയ്യും? ഇനി അതിനെയും കൊണ്ടാകുമോ ഇങ്ങോട്ട് വരുന്നത്? ഉള്ള സമാധാനം മൊത്തം ആ ഒരു മറുപടി പോയല്ലോ തമ്പുരാനെ. ഓരോന്നും മനസ്സിൽ പറഞ്ഞുകൊണ്ട് വിഷ്ണയെ അവൾ പടിപ്പുരകത്തേക്ക് കടന്നു. വയണയിലിൽ വേവുന്ന പലഹാരത്തിന് ഗന്ധാണ് അകത്തേക്ക് ചെന്നപ്പോൾ നിമയെ സ്വാഗതം ചെയ്തത്. ഹൃദ്യമായ ഗന്ധം അവളെ തന്റെ കുട്ടിക്കാലത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അന്നൊക്കെ ഓർഫനേജിൽ അടുക്കളപ്പണിക്ക് നിന്നിരുന്ന സുമതി ആന്റി വൈകുന്നേരം ചായക്കൊപ്പം വയണയിലപ്പം മിക്കപ്പോഴും ഉണ്ടാക്കാം. വയണയിലയുടെ ഏലക്കയുടെയും സമ്മിശ്ര ഗന്ധവും ശർക്കരയുടെയും തേങ്ങാപ്പീരയുടെയും രുചിക്കൂട്ടും എല്ലാം കൂടെ അത് കഴിയുമ്പോൾ വല്ലാത്തൊരു അനുഭൂതിയായിരുന്നു. വർഷങ്ങൾക്ക് ശേഷം ഇന്ന് ആ ഗന്ധം ആസ്വദിച്ചപ്പോൾ കുറച്ചു മുൻപ് നടന്ന സംഭവങ്ങളൊക്കെ അവൾ അന്യമായിരുന്നു. മോൾ എന്താ വൈകിയേ? 12 മണിക്ക് വരുമെന്നല്ലേ പറഞ്ഞത്? രാഗിണി നേരിത്തിന്റെ തലപ്പിൽ കൈ തുടച്ചുകൊണ്ട് നിമ്മയോട് ചോദിച്ചു. അത് ഞാൻ നിന്ന് ഓർഫണേജിലെ സിസ്റ്ററിനെയും എൻ്റെ കൂട്ടുകാരി ജാനുവിനെയും കണ്ട് അവിടെ കൂടെ കോഫിയൊക്കെ കുടിക്കാൻ കയറി. അങ്ങനെ സമയം പോയി. ആഹാ, അപ്പം സന്തോഷമായാലോ കുട്ടിക്ക്? അവർ ചിരിയോടെ പറഞ്ഞു. അവൾ നിറഞ്ഞ പുഞ്ചിരിയോടെ തലയാട്ടി. കേശുവിനെ കണ്ടതും ഒപ്പം വന്നതൊന്നും അവരോട് പറയാൻ തോന്നിയില്ല അവൾക്ക്. അങ്കിൾ എവിടെ ആൻറ്റി? അവൾ ചുറ്റും മിഴികൾ പായിച്ചുകൊണ്ട് ചോദിച്ചു. ദേ ഇപ്പോൾ ധാനുവിൻ്റെ അച്ഛൻ വന്ന് അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോയി. അവർ പഴയ ക്ലാസ്മേറ്റ്സ് ആണ്. ഓവോ, അതിപ്പോൾ അറിയുവാ ഞാൻ, നിമ ചിരിയോടെ പറഞ്ഞു. രാഗിണിയും ചിരിച്ചു. എന്നാൽ മോള് പോയി ഫ്രഷ് ആയിട്ട് വാ, അപ്പോഴേക്കും ആൻറ്റി ചോറെടുത്ത് വെക്കാം. അയ്യോ, എനിക്കിപ്പോൾ ചോറ് വേണ്ട ആൻറ്റി. കോഫിയും മുട്ട പപ്സും ഒക്കെ കഴിച്ച് വയർ നിറഞ്ഞിരിക്കുക. എന്നാ ഇലയപ്പം തരട്ടെ? വൈകിട്ടത്തേക്ക് ഉണ്ടാക്കിയതാ, അതെങ്കിലും ഒരെണ്ണം കഴിക്കുകുട്ടി, അവർ ദൈന്യത്തോടെ പറഞ്ഞു. ഞാൻ ഫ്രഷ് ആയിട്ട് വരാം. അവരെ നോക്കി മനോഹരമായി പുഞ്ചിരിച്ചുകൊണ്ട് അവൾ റൂമിലേക്ക് നടന്നു. ഫ്രഷായി ഇറങ്ങിയതും അവൾ അമ്മയുടെ റൂമിലേക്കാണ് പോയത്. ആള് സന്തോഷത്തിലാണെന്ന് ആ മുഖത്തെ തെളിച്ചം കണ്ടാൽ തന്നെ അറിയാം. അമ്മേ, മിസ് ചെയ്തോ എന്നെ? ഒരു ചിരിയോടെ അവൾ അവിടെ താടിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു. നിർവികാരത്തല്ലാതെ മറുപടി ഒന്നും കിട്ടില്ലെന്നറിയാമെങ്കിലും അവൾ ഇടയ്ക്കൊക്കെ അവരോട് ഓരോന്നും ചോദിക്കുകയും പറയുകയും ചെയ്യും. ഇന്നാ മോളെ കഴിക്ക്. ഒരു പാത്രത്തിൽ 3-4 വയണയിലപ്പവുമായി രാഗിണി അവിടേക്ക് വന്നു. നിമ്മ അത് വാങ്ങി ആ സുഗന്ധം ഒന്ന് ആസ്വദിച്ചു. എന്നിട്ട് ഇല അടർത്തി അതിൽ നിന്നും ഒരു കഷ്ണമെടുത്ത് ചെറുതായി അടർത്തി അമ്മയുടെ വായിലേക്ക് വെച്ച് കൊടുത്തു. അവർ കൊച്ചു കുഞ്ഞിനെ പോലെ അത് മെല്ലെ ചവച്ചു തിന്നു. എന്നാൽ അമ്മയും മോളും കഴിക്കും, ഞാൻ ഒന്ന് കുടിച്ചിട്ട് വരാം. ശരി ആൻറ്റി, നിമ്മ സന്തോഷത്തോടെ പറഞ്ഞു. അവൾക്ക് വല്ലാത്തൊരു പോസിറ്റീവ് എനർജി തോന്നുന്നുണ്ടായിരുന്നു അവളുടെ പെരുമാറ്റത്തിൽ. ചിലർ അങ്ങനെയാണ്, പെട്ടെന്ന് തന്നെ നമ്മുടെ മനസ്സിൽ കയറിക്കൂടി അവിടെ മാകെ പ്രകാശം പകർത്തും, ഒരു മായാജാലം പോലെ. പിന്നെ വൈകുന്നേരം ആകാനുള്ള കാത്തിരിപ്പിലായിരുന്നു അവൾ. എങ്ങനെയും ഇംഗ്ലീഷ് മനസ്സിലാക്കി പഠിക്കണം എന്നൊരു കുഞ്ഞു വാശി അവൾക്കുള്ളിൽ ഉടലെടുത്തിരുന്നു. മുറ്റത്തെ മാവിൻ ചുട്ടിൽ നിന്നും കണ്ണിമാങ്ങ ഒരെണ്ണം എടുത്ത് പൊടി തട്ടി ഷോളിൽ ഒന്ന് തുടച്ച് വായിലേക്ക് വെക്കുന്നേരമാണ് ഒരു ബുള്ളറ്റിന്റെ ഇരമ്പിൽ കേട്ടത്. ചെറുമതിൽ വഴി എത്തി നോക്കിയപ്പോൾ കണ്ടു, ബുള്ളറ്റിൽ നിന്നും ഇറങ്ങി ധാനുവിന്റെ വീട്ടിലേക്ക് കയറുന്ന 2 പേരെ. അതിലൊരാളെ നിമയ്ക്ക് പെട്ടെന്ന് മനസ്സിലായി. അയാളെക്കുറിച്ചുള്ള വർണ്ണന അത്രത്തോളമായിരുന്നല്ലോ ജീവൻ. കൂടെയുള്ളത് ആരാണെന്ന് ഒരു പിടിയില്ല. 10-20 വയസ്സ് പ്രായം തോന്നുന്നൊരു പയ്യനാണ്. അവന്റെ തൊഴിൽ എടുത്താൽ പൊങ്ങാത്തൊരു ട്രാവൽ ബാഗും. നിമ ആ ബാഗിനെ കുറിച്ച് ചിന്തിച്ച നിമിഷം തന്നെ ജീവൻ അവന്റെ തോളിൽ നിന്നും അത് വാങ്ങി പുഷ്പം പോലെ തന്റെ കയ്യിൽ തൂക്കിയിരുന്നു. അത് കാണി നിമ അറിയാതെ തന്നെ അവളുടെ ഒരു പുഞ്ചിരി വിടായിരുന്നു. അല്ല, അവരൊക്കെ വീട്ടിലേക്ക് വരുമെന്നല്ലേ ധാനു പറഞ്ഞത്? അവരൊക്കെ എന്ന് പറയുമ്പോൾ കുടുംബക്കാർ മൊത്തം കാണണ്ടേ? ഇതിപ്പോൾ 2 പേരിലേ ഉള്ളൂ. മനസ്സിൽ പറഞ്ഞു തീർന്നതും ഒരു ഇന്നോവ കൂടി അവിടെ വന്നു നിന്നു. അതിൽ ഐശ്വര്യമുള്ളൊരു സ്ത്രീയും ഒപ്പം ആചാര്യബാഹുമായ ഒരു പുരുഷനും കൊച്ചു 2 പെൺകുട്ടികളും ഇറങ്ങി. അവർ ഇരട്ടകളാണെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലായി നിമയ്ക്ക്. അതിൻ്റെ പിന്നിലായി വീണ്ടും ഒരു ഓടിക്കാർ വന്നു നിന്നു. അതിൽ നിന്നും ഒരു മുത്തശ്ശനും മുത്തശ്ശിയും ഒരു സ്ത്രീയും പുരുഷനും ഇറങ്ങി. അവരെ കണ്ടാൽ തന്നെ അറിയാം ജീവന്റെ മാതാപിതാക്കളാണെന്ന്. ഒരമ്മ പെറ്റ മക്കളെ പോലെ. ഭാര്യയും ഭർത്താവിനെയും കണ്ടാൽ ഒരച്ചിൽ വാർത്ത പോലെയുണ്ട്. അപ്പം പിന്നെ മകന്റെ കാര്യം പറയണം.
രണ്ടാളെ സൗന്ദര്യം വാരിക്കോരി കിട്ടിയിട്ടുണ്ട് മകന്. ചുമ്മാതല്ല തനുമോള് പണ്ട് മൂക്കും കുത്തി വീണത്. ചിരിയോടെ ഓർത്തുകൊണ്ട് നിൽക്കുമ്പോഴാണ് വിദ്യയും തനുവും പടിപ്പുര കടന്നു വന്നത്. നിമയുടെ നോട്ടം പോയ വഴി കണ്ണുകൾ പായിച്ചപ്പോൾ ധനുവിന്റെ മുഖം സന്തോഷത്താൽ വിടർന്നു. അയ്യോ, അവർക്ക് ഇത്ര നേരത്തെ വന്നോ എന്ന പിന്നെ കാണാവേ വിദ്യയോടും നിമയോടും പറഞ്ഞിട്ട് അവൾ ഓടിപ്പോയി. അവളെ സന്തോഷം കണ്ട് നിമയും വിദ്യയും പരസ്പരം പുഞ്ചിരിച്ചു. ദേവനും രാഗിണിയും അകത്തളത്തിലിരുന്ന് സോറ പറയുകയാണ്. അമ്മ നല്ല ഉറക്കവും. നിമ വിദ്യയ്ക്കൊപ്പം ഇരുന്ന് ഇംഗ്ലീഷ് പഠനത്തിലാണ്. അതെ, ഈ ആവേശം ഒന്നും ഉണ്ടാവണം കേട്ടോ. പഠിക്കാനുള്ള നിമയുടെ ത്വര കണ്ട് വിദ്യയ്ക്ക് ചിരി വരുന്നുണ്ടായിരുന്നു. അതിന്റെ പേരിലാണ് അവൾ അങ്ങനെ പറഞ്ഞത്. നിമ ഒന്നിളിച്ചു കാണിച്ചു. എന്നിട്ട് വേഗം വിദ്യ പഠിപ്പിച്ച വാക്കുള്ള സ്പെല്ലിങ് എഴുതി പഠിക്കാൻ തുടങ്ങി. രാത്രി 8 മണിയായപ്പോൾ കേശു വന്നു. അപ്പോഴാണ് അവൻ വരുമെന്ന് പറഞ്ഞ കാര്യം പിന്നീട് ഓർത്തതയില്ലെന്ന് നിമ ചിന്തിച്ചത്. ദേവനോടും രാഗിനിയോടും ഒക്കെ മിതമായി സംസാരിക്കുന്ന കേശുവിനെ തന്നെ നോക്കി നിന്നു നിമ. ഇതിലും മനോഹരമായി അവൻ സിസ്റ്ററിനോടും ജാനുവിനോടും സംസാരിച്ചിരുന്നു എന്നോർക്കെ എന്തൊരു വല്ലായ്മ തോന്നി അവൾക്ക്. പിന്നീട് അവൻ അമ്മയുടെ റൂമിൽ നിന്ന് പുറത്തിറങ്ങിയതേയില്ല. അതൊരു കണക്കിന് നിമയ്ക്കും ആശ്വാസമായിരുന്നു. ഇപ്പൊ എന്തോ അവനെ സാമീപ്യം വല്ലാതെ അലട്ടുന്നുണ്ട് അവളെ. അമ്മയ്ക്ക് ഭക്ഷണം കൊടുക്കാനായി അവൾ ചെന്നപ്പോൾ അവനത് പിടിച്ചു വാങ്ങി. പിന്നെ അവിടെ നിൽക്കേണ്ടതില്ലെന്നോർത്ത് തിരിച്ചു നടക്കാൻ ഒരുങ്ങിയവളെ അവൻ അവിടെ പിടിച്ചു നിർത്തി. പ്ലീസ്, ഒന്ന് എൻ്റെ കൂടെ ഇവിടെ നിൽക്ക്. അവർക്കൊന്നും സംശയം ഉണ്ടാകണ്ട. തനിക്ക് കേൾക്കാൻ പാകത്തിൽ മെല്ലെ പറയുന്നവനെയും അവന്റെ കൈ അമർന്ന് തന്റെ വലതു തോളിലേക്ക് മാറി മാറി നോക്കിയവൾ. പെട്ടെന്ന് അവൻ കൈ പിൻവലിച്ചുകൊണ്ട് അല്പം മാറി നിന്നു. അവൻ പറഞ്ഞതിൽ കാര്യമുണ്ടെന്ന് തോന്നിയത് കൊണ്ട് മാത്രം അവൾ അവിടെ കിടന്ന ചെയറിലേക്ക് അലസമായിരുന്നു. അവൻ അപ്പോഴേക്കും കൈ കഴുകുന്ന അമ്മയ്ക്ക് ഭക്ഷണം വാരി കൊടുക്കാൻ തുടങ്ങിയിരുന്നു. അത് കാണി ഇവിടുത്തെ തന്റെ ആദ്യ രാത്രിയിലേക്ക് പോയി അവളെ ഓർമ്മകൾ. ഭക്ഷണം കഴിക്കാതെ തനിക്ക് അന്നം മുട്ടിയ ആ മനുഷ്യനോട് അന്ന് നിന്നും വെറുപ്പില്ല. ഇടയിൽ എപ്പോഴോ ഒരു കുഞ്ഞു പ്രണയമോ സ്നേഹമോ ഇഷ്ടമൊക്കെ തളിരിട്ടിരുന്നു. പക്ഷേ ഇന്ന് അവയ്ക്കൊന്നും ജീവനില്ല. എല്ലാം ആ ഒരൊറ്റ പകൽ തകർത്ത് കളഞ്ഞു. തന്റെ ഹൃദയം തകർത്തെറിയാൻ മാത്രം കഴിവുണ്ടായിരുന്നു ആ നിമിഷങ്ങൾക്ക്. കേട്ട് കേൾവിയുള്ള ഒരു കാര്യമായിട്ട് കൂടി കൺമുന്നിൽ കണ്ടപ്പോൾ സഹിക്കാൻ കഴിഞ്ഞില്ല, ക്ഷമിക്കാനും കഴിയില്ല. താൻ ഏട്ടനോട് സംസാരിച്ചിരുന്നോ? പെട്ടെന്നുള്ള അവന്റെ ചോദ്യം കേട്ട് അവളൊന്നും ഞെട്ടി. പിന്നെ ഇല്ലെന്നുള്ള രീതിയിൽ തല ചലിപ്പിച്ചു. പിന്നെ അവനൊന്നും ചോദിച്ചില്ല. ഭക്ഷണം കൊടുത്തു തീർന്നതും ആ പാത്രവും പിടിച്ചു വാങ്ങിക്കൊണ്ട് അവൾ ആ മുറി വിട്ടുപോയി. അല്പനേരം അങ്ങനെ തന്നെ ഇരുന്നിട്ട് അവനും കൈ കഴുകുന്ന അമ്മയുടെ വായും മുഖവും ഒക്കെ ക്ലീൻ ചെയ്ത് അവർക്കുള്ള മരുന്നും കൊടുത്ത ശേഷം ആ മുറി വിട്ടിറങ്ങി. എല്ലാവരോടും ഗുഡ് നൈറ്റ് പറഞ്ഞ് കിടക്കാനായി പോകും നേരമാണ് നിമയുടെ ഉള്ളിൽ വെള്ളിടി വെട്ടിയത്. ആകെയുള്ള 4 ബെഡ്റൂമുകളിൽ 3-ലും മാളുണ്ട്. പോരാത്തതിന് തങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങൾ അവർക്കറിയുകയില്ല. സ്വാഭാവികമായും കേശു എന്ന് തൻ്റെ ഒപ്പമാകും റൂം ഷെയർ ചെയ്യുക. ആ ഓർമ്മയിൽ അവൾക്കാകെ വട്ടുപിടിച്ചു. അല്ലെങ്കിലും ആ സുന്ദരിക്കൊതയെ അവിടെ ഒറ്റയ്ക്ക് വിട്ടിട്ട് ഇയാൾ എന്തിനാണ് ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? ഒരിക്കൽ പോലും മോശമായൊരു നോട്ടം പോലും തന്നിലേക്ക് വന്നിട്ടില്ല. കൂടെ ഉണ്ടായിരുന്ന നിമിഷങ്ങളിലൊന്നും ഒരു കെയറിങ് ഫീൽ ചെയ്തിരുന്നു. അന്ന് ഫുഡ് വരുത്തുന്നതും വയ്യാതെ തളർന്നു വീണപ്പോൾ എടുത്തുകൊണ്ടുവന്ന് കിടത്തിയതും പരിചയിച്ചതും എല്ലാം അവളിൽ ഓർമ്മകൾ നിറഞ്ഞു. പക്ഷെ ഇന്നീ രാത്രി ഇവിടെ വന്നതിൻ്റെ ഉദ്ദേശം എന്താകും? ഓരോന്നോർത്തുകൊണ്ട് റൂമിൽ കയറി വാതിലടയ്ക്കാൻ തുനിഞ്ഞതും അവനകത്തേക്ക് ഇടിച്ചു കയറിയതും ഒന്നിച്ചായിരുന്നു. ഇയാളത് തള്ളിക്കേറി എൻ്റെ നെഞ്ചത്തോട്ടാണല്ലോ വരുന്നത്. ഒന്ന് പതുക്കെ വന്നൂടെ? മനുഷ്യന്റെ സ്വസ്ഥത കളയാൻ വന്ന സാധനം. മനസ്സിൽ അവരെന്ന് ഓരോന്നും പറഞ്ഞിട്ട് അവൾ പെട്ടെന്നെ ബെഡിനരികിലേക്ക് പോയി. എടോ സോറി, തനിക്കും ബുദ്ധിമുട്ടായെന്നറിയാം. പക്ഷേ എനിക്ക് വരാതിരിക്കാൻ കഴിയില്ലായിരുന്നു. സോ പ്ലീസ് കോപ്പറേറ്റ് മീ. നെറ്റിൽ വിരലുകൾ ഒഴിഞ്ഞുകൊണ്ട് പറയുന്നവനെ തിരിഞ്ഞു നോക്കി നിമ. ടെൻഷനാണോ മുഖത്ത്? പക്ഷെ എന്തിന്? ഇവിടേക്ക് വരാനും മാത്രം എന്ത് കാര്യമാണുള്ളത്? മനസ്സിൽ അവനോടുള്ള ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടൊന്നും മിണ്ടാതെ അവൾ അങ്ങനെ നിന്ന് നോക്കി. നിമ വളച്ചു കിട്ടില്ലാത്തൊരു കാര്യം പറയാം. തനിക്ക് എതിർപ്പ് കാണണമെന്നറിയാം. എന്നാലും പറയണല്ലോ, എനിക്ക് താനുമായുള്ള വിവാഹബന്ധം ലീഗലി റിമൂവ് ചെയ്യണമെന്നുണ്ട്. സോ നമുക്ക് മ്യൂച്വൽ ഡിവോഴ്സിന് ഫയൽ ചെയ്യാം. അതാകുമ്പോൾ 1 വർഷത്തിനുള്ളിൽ കാര്യം തന്നെ നടന്നു കിട്ടും. പിന്നെ പുറത്താരും ഇതറിയണ്ട. തൻ്റെ ഓർഫനേജിൽ പ്രത്യേകിച്ച് തനിക്ക് തന്നെ ആകും അതിൻ്റെ കുറച്ചിൽ. പിന്നെ എൻ്റെ പേരിലല്ലെങ്കിലും ഇവിടെ ജീവിക്കാനുള്ള അവകാശം ഏട്ടൻ തനിക്ക് തന്നിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ആരും ഒന്നും അറിയുകയില്ല. പിന്നെ തൻ്റെ പഠിപ്പൊക്കെ കഴിഞ്ഞിട്ട് നല്ലൊരു പയ്യനെ കൊണ്ട് ഏട്ടൻ തന്നെ കെട്ടിച്ചയക്കുകയും ചെയ്യും. ഇതൊക്കെ ഏട്ടത്തി പറഞ്ഞു തന്നാണ്. അത്രയും പറഞ്ഞുകൊണ്ട് അവൻ ബെഡിലേക്കിരുന്നു. ഒക്കെ കേട്ടവൻ അണിയിച്ച താലിയിൽ മുറുക്കെ പിടിച്ചു നിൽക്കാനേ അവൾക്ക് ആ നേരം കഴിഞ്ഞുള്ളൂ. പിന്നെ ആ താലിയും മറിയും എന്തെങ്കിലും തനിക്ക് വേണ്ടെന്ന് തോന്നുമ്പോൾ അഴിച്ചു മാറ്റിയാൽ മതി. അത് കേട്ടപ്പോൾ അവൾ രൂക്ഷമായൊരു നോട്ടം തൊടുത്തു അവനിലേക്ക്. അത് കണ്ട് അവരൊന്ന് പതറി. അല്ല, അന്ന് പറഞ്ഞില്ലേ ഈ താലി തനിക്കൊരു ബലമാണെന്ന്? അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അവനോട് എന്തൊക്കെയോ വിളിച്ചു പറയാൻ ഉള്ളം വെമ്പുന്നുണ്ടായിരുന്നു. പക്ഷെ സാഹചര്യം അവളെ അതിനനുവദിച്ചില്ല. ദേഷ്യം കൊണ്ടൊരു പക്ഷേ ഒച്ച ഉയർന്നാൽ വേണ്ട, ആരും ഒന്നും അറിയണ്ട.
ഈ അനാഥയുടെ ദുഃഖങ്ങളെല്ലാം ഈ 4 ചുവരുകൾക്കുള്ളിൽ മാത്രം ഒതുങ്ങിയാൽ മതി. ചോദിക്കാനും പറയാനും ആരുമില്ലാത്തവരോട് ആർക്ക് എന്തും കാണിക്കാലോ. അപ്പോൾ ഇന്ന് പകൽ കാണിച്ചു കൂട്ടിയതൊക്കെ രാത്രി ഇത്രയും ദുഃഖം തരാൻ വേണ്ടിയായിരുന്നു. മിഴികളിൽ ഉരുണ്ടുകൂടി നീർക്കണങ്ങളെ ഒഴുക്കാൻ സമ്മതിക്കാതെ പിടിച്ചു നിർത്തിയവൾ. പാടില്ല, ഇവന്റെ മുന്നിൽ കണ്ണുനീർ ഒഴുക്കരുത്. ബുദ്ധി ഉപദേശിച്ചുകൊണ്ടിരുന്നു. നിമ, താനൊന്നും പറഞ്ഞില്ല. എനിക്ക് തന്റെ മറുപടി കിട്ടിയിട്ട് വേണം തിരിച്ചു പോകാൻ. അതുകൂടി കേട്ടതോടെ അരിശം എവിടെ നിന്നൊക്കെയോ വന്നത് നിമയ്ക്ക് അറിയില്ലായിരുന്നു. ടേബിളിരുന്ന ഫ്ലവർ വേസ് എടുത്തതും അവൻ ഓടി വന്ന് പിടിച്ചു വാങ്ങിയതും ഒന്നിച്ചായിരുന്നു. രാവിലെ ഉണരുമ്പോൾ നിമ കാണുന്നത് ആ ഫ്ലവർ വേസും പിടിച്ചുകൊണ്ട് ചീരിയുടെ കട്ടിലോട് ചേർന്ന് വെറും തറലിരിക്കുന്ന കേശുവിനെയാണ്. അവൾ അവനെ ഗവനിക്കാതെ വാഷ്റൂമിലേക്ക് പോയി. ഫ്രഷായി തിരികെ വരുമ്പോഴും അവൻ അതേ ഇരിപ്പ് തന്നെ. അവളെ നോക്കി അവന് പുഞ്ചിരിച്ചു. അവൾ മൈൻഡാക്കാതെ ഡോർ തുറക്കാനായി പോയതും അവൻ ചാടി എഴുന്നേറ്റ് അവൾക്ക് അരികിലേക്ക് ചെന്നു. ശരിക്കും തന്നെ ഇതുകൊണ്ട് എറിയുമായിരുന്നോ? അപ്പോൾ അത്രയുള്ളൂ ഈ താലി കെട്ടിയവരുടെ സ്നേഹം. അവൾ നെഞ്ചിൽ പറ്റിച്ചേർന്ന് കിടക്കുന്ന താലിയിലേക്ക് നോക്കി അവനെന്ന് പറയുമ്പോൾ പുച്ഛത്തോടെ ഒന്ന് ചിരിച്ചു അവൾ. തൻ്റെ ഈ താലി സ്വീകരിച്ചവളുടെ ഏതെങ്കിലും തരത്തിലുള്ളൊരു വികാരം തനിക്കുണ്ടോ? സ്നേഹം പോയിട്ട് സഹതാപം പോലും ഇല്ലല്ലോ. ആ നിങ്ങളാണോ എൻ്റെ സ്നേഹത്തെ വിലയിരുത്തുന്നത്? വിരൽ ചൂണ്ടി തനിക്ക് മുന്നിൽ രോക്ഷത്തോടെ നിൽക്കുന്നവളെ നോക്കി തറഞ്ഞു പോയി അവൻ. രാത്രിയിൽ ഒരക്ഷരമിണ്ടാതെ കയറി കിടന്നവളാണ് ഇപ്പോൾ ഈ നിന്ന് തുള്ളുന്നത്. അവളൊന്നും മിണ്ടുന്നില്ല. ധാരണയിലാണ് ശബ്ദം താഴ്ത്തി വെറുതെ അവൻ അങ്ങനെ ചോദിച്ചത്. അവളാണെങ്കിൽ മറുപടി പറഞ്ഞത് ഉച്ചത്തിലും. ഇതോടെ അവരെല്ലാം അറിയട്ടെ, എല്ലാവരും എല്ലാം അറിയട്ടെ. കേശു ഒരു വൃത്തികെട്ടവനാണെന്ന് ലോകം മുഴുവനും അറിയട്ടെ. ഇനിയും ഒന്നും ഒളിച്ചു വയ്ക്കേണ്ടതില്ലല്ലോ. ഇതോടെ എല്ലാം അവസാനിക്കുന്നെങ്കിൽ അവസാനിക്കട്ടെ, അവൻ മനസ്സിൽ കരുതി. കഥക് തുറന്ന് പുറത്തിറങ്ങുമ്പോൾ എല്ലാവരും വിഷാദം കലർന്ന മുഖത്തോടെ നിൽപ്പുണ്ടായിരുന്നു. ആരെയും നോക്കാതെ കേശു കാറിന്റെ കീം എടുത്തുകൊണ്ട് പാഞ്ഞുപോയി. നിമ ഒരു പൊട്ടിക്കരച്ചിലൂടെ രാഗിനിയുടെ നെഞ്ചിലേക്ക് ചാഞ്ഞു. അവരവളെ ചേർത്ത് പിടിച്ചു. ആ നിമിഷം നിമയ്ക്ക് ആരുടെയെങ്കിലും ഒരു ചേർത്ത് പിടിക്കൽ ആവശ്യമായിരുന്നു. ചേച്ചിന്ന് ക്ലാസ്സിന് വരണ്ട, ഞങ്ങൾ ജിഗ്വിൻ സാറിനോട് പറയാം സുഖമില്ലെന്ന്. സാറിലെ ചേച്ചിയുടെ ക്ലാസ്സിന്റെ ഇൻചാർജ്. ക്ലാസ്സിൽ പോകാൻ ഒരുങ്ങുന്ന നിമയുടെ മുറിയിലേക്ക് വന്നുകൊണ്ട് വിദ്യ പറഞ്ഞു. ധനുവൊപ്പമുണ്ട്. എല്ലാവരും കേശുവിന്റെ ചതി അറിഞ്ഞു. ദച്ചു നിമയെ ഫോണിൽ വിളിച്ച് സമാധാനിപ്പിച്ചിരുന്നു. യാതൊരു കാരണവശാലും ഡിവോഴ്സ് കൊടുക്കരുതെന്നാണ് അവൻ പറഞ്ഞത്. നിമ അത് സമ്മതിക്കുകയും ചെയ്തു. ആരുമില്ലാത്ത ഒരു പെണ്ണിനോട് ഇത്രയും വലിയ ചതി ചെയ്തവനെ അങ്ങനെ സുഖിക്കാൻ വിടരുതെന്ന് തന്നെയാണ് എല്ലാവരുടെയും അഭിപ്രായം. ധനുവിന്റെ വീട്ടിൽ ബന്ധുക്കളൊക്കെ ഉള്ളതുകൊണ്ട് വിഷയം പിന്നീട് ചർച്ച ചെയ്യാമെന്ന തീരുമാനത്തിലാണ് ദച്ചു. അവർ പോയാലുടൻ കേശുവിനെ വിളിച്ചു വരുത്തി അന്തിമ തീരുമാനം എടുക്കുമെന്നും കൂടെ ദച്ചു പറഞ്ഞു. ഇന്ന് ഞാൻ വരാതിരുന്ന പിന്നെ എനിക്ക് ചിലപ്പോൾ ഒരിക്കലും അങ്ങോട്ട് പോകാൻ തോന്നിയില്ലെന്ന് വരും. കാരണം എൻ്റെ വിധി മാറാനൊന്നും പോകുന്നില്ല. അതുകൊണ്ട് ഞാനും വരുവ പിള്ളേരെ. ഇതിലും വലിയ ദുഃഖം അനുഭവിച്ചിട്ടുണ്ട്. അതും 8 പൊട്ടും തീയാത്ത പ്രായത്തിൽ. അംഗൻവാടിയിൽ അമ്മച്ചി കാത്തിരുന്നൊരു 3 വയസ്സുകാരെ തേടിയെത്തിയത് അപ്പൻ്റെയും അമ്മച്ചിയുടെയും മരണവാർത്തയാണ്. മരണം എന്താണെന്ന് പോലും അറിയാത്ത പ്രായം. അതോർക്കണം. ഒരു ദിവസം കൊണ്ട് ആരുമില്ലാതെയായവൾ ഇന്ന് നിങ്ങളൊക്കെയില്ലേ, അത് തന്നെ എനിക്ക് കിട്ടിയ വലിയ ഭാഗ്യമാണ്. അത്രയും പറഞ്ഞുകൊണ്ട് നിറഞ്ഞു വന്ന മിഴിനീർ ഇടങ്കയിൽ തുടച്ചുകൊണ്ട് അവൾ ഭാഗമെടുത്ത് മുറിയിൽ നിന്നും ഇറങ്ങി. അപ്പം ധനുവും വിദ്യയും